ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തേങ്ങ അരച്ച മീൻകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചെമ്മീൻ കറി ആയാലും ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിരകിയ തേങ്ങയിൽ ഒരു തക്കാളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന നിലയിലാണ് എടുത്തത്. പിന്നെ വലിയ ജീരകം 1/4 ടീസ്പൂൺ എന്നിങ്ങനെ എടുത്ത് അത് നന്നായി അരച്ചെടുക്കേണ്ടതാണ്. ഇതിനാവശ്യമായ വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അരവിലേക്ക് പോവാം. അപ്പോൾ നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം 4 കീറിയ പച്ചമുളക് അതിലേക്ക് ഇടുക. അത് അരക്കാനുള്ളതൊന്നുമല്ല, ഞാൻ പിന്നെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് വയ്ക്കലാണ്. നേരെ ചട്ടിയിലേക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 4 പച്ചമുളകാണ് ഞാൻ എടുത്തത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പുളിയും, ആവശ്യത്തിനുള്ള കുറച്ച് പുളിയും എടുക്കുക. കൂടുതൽ പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി എടുത്ത് അതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചട്ടി ചൂടായാൽ അതിലേക്ക് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് ഉലുവയും പൊട്ടിക്കുക. പിന്നെ കൂടുതൽ കടുകാൻ പാടില്ല, അതുകൊണ്ട് അപ്പോൾ ടേസ്റ്റ് കുറയും. മുളക് കറിക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇത് തേങ്ങ അരച്ചതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും എടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ അരച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏത് മീനാണോ ഇടുന്നത് അതിട്ട് കൊടുക്കാം. ഇങ്ങനെ ഏത് മീൻ വെച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അയില എടുത്തിട്ടുണ്ടായ ചെറിയ അയില, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.